പാറ്റീസിന് വേണ്ടിയ കടലമാവ് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും പേസ്റ്റ് ഇടാം. മല്ലിയില അരിഞ്ഞു വെച്ചത് അതും ഇടാം. കുറച്ച് അരിമോദകം എടുത്തിട്ടുണ്ട്, അതും നമുക്കിതിലേക്ക് ഇടാം. പിന്നെ പാകത്തിന് ഉപ്പും ഇതിലേക്ക് ഇടാം. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളകിൻ പൊടി, ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. പാറ്റീസിന് വേണ്ട മാവെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനൊരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഇങ്ങനെ കോണായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാവെല്ലാം കലക്കിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാനൊരു 4 ബ്രെഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. സാൻഡ്വിച്ച് നമുക്കതിലേക്ക് ഇടാം. ഇതുപോലെ മുക്കി അങ്ങ് ഇട്ടാൽ മതി. ഇത് 2 വശം നല്ല ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പം നമുക്കത് ബ്രൗൺ ആയിട്ടുണ്ട്. ഒരു സൈഡ് നമുക്ക് മറച്ചിടാം. അധികം കരിക്കണ്ട, അത്രയും കളർ വന്നാൽ മതി. നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇതുപോലെ അപ്പുറ സൈഡും ആകുമ്പോൾ നമുക്ക് കോരാം. ഇപ്പം നമ്മുടെ പാറ്റീസ് 2 സൈഡും നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡും കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഇനി നമുക്കിതിന് ചട്നി ഉണ്ടാക്കണം, ഗ്രീൻ ചട്നി. അതും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ള ബ്രെഡും നമ്മുടെ എണ്ണയിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അടുത്തത് നമ്മുടെ ബ്രെഡ് ബ്രൗൺ ആയിട്ടുണ്ട്. 2 സൈഡും ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പാറ്റീസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ട ചട്നി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനായി വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, ചെറിയ ഉള്ളി 2 എണ്ണം. അതിലേക്ക് പിങ്ക് സോൾട്ട് നമുക്ക് കുറച്ചിടാം. ടേസ്റ്റ് കിട്ടാനാണ് പിങ്ക് സോൾട്ട്.
ഇനി നമുക്ക് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് പാറ്റീസ്. ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാറ്റീസാണ് ബ്രെഡ് പാറ്റീസ്. നിങ്ങളിതെല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം.